യെസ്, ഒറ്റ ട്രേഡിൽ 3 കോടി രൂപ പ്രോഫിറ്റ് എടുത്തിരിക്കുകയാണ്. നമ്മുടെ നിഫ്റ്റിയുടെ ലാസ്റ്റ് മൂവ്മെൻറ്റിലെ ആ ലാസ്റ്റ് മൂവ്മെൻറ്റ് ഞാൻ 40 രൂപയ്ക്ക് വാങ്ങി 220 രൂപയ്ക്ക് ഞാൻ ബുക്ക് ചെയ്തിരിക്കുകയാണ്. എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ്, എൻ്റെ ലൈഫിലെ ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ന് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ്. ഒറ്റ ട്രേഡിൽ 3 കോടി രൂപ. പിന്നെ ശരിക്കും സീരിയസ്ലി ദേ നോക്കൂ, സരോദയിലെ എൻ്റെ അക്കൗണ്ടിൽ 25,000 കോളാ. 25,000 കോൾ ഓപ്ഷൻ, ഇന്ന് എക്സ്പയർ ആകുന്ന നിഫ്റ്റിയുടെ 25,000 കോൾ ഓപ്ഷന് ഏകദേശം 3 കോടി രൂപ ഒറ്റ ട്രേഡ്, സിംഗിൾ ട്രേഡ്, ഇന്ന് ഒറ്റ ട്രേഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ വീഡിയോയിൽ വെക്കാം. എക്സ്ട്രാ ഓർഡിനറി ആണ് ഇത്. സീറോ ഹീറോ ട്രേഡ് എന്ന് പറയും. ഈ സീറോ ഹീറോ ട്രേഡ് ഇപ്പോൾ നമ്മൾ കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിന് ഏകദേശം 1 ലക്ഷം രൂപയെ ഫീസുള്ളൂ. ഒന്നും അറിയണ്ട, ഒരു 15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാത്രം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് കോടികൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ മെത്തേഡാണിത്. ഇങ്ങനെയായിരിക്കും ഒരു പക്ഷേ എല്ലാ ആളുകളും കോഴ്സസ് വിൽക്കുക. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന അല്ലെങ്കിൽ ഈ നമ്മൾ സ്ക്രീനിൽ വെച്ചിരിക്കുന്ന ഈ 3 കോടി രൂപയുടെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓൺലൈനിൽ നോർത്ത് ഇന്ത്യൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 4,000 രൂപ കൊടുത്ത് സെറോദയുടെ ക്ലോൺ ആപ്പ് പർച്ചേസ് ചെയ്യായിരുന്നു. ആ ക്ലോൺ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ 3 കോടി രൂപയുടെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ക്ലോൺ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3 കോടിയല്ല 30 കോടി രൂപയുടെ സ്ക്രീൻഷോട്ട്സ് ഉണ്ടാക്കാം, വേരിഫൈഡ് പിയാനൽസ് ഉണ്ടാക്കാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. എത്ര വലിയ കോഴ്സ് വേണമെങ്കിലും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. എത്ര വലിയ സ്ക്രീൻഷോട്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബൈയുടെ വേണോ, ഓപ്ഷൻ സെല്ലിൻ്റെ വേണോ, സ്റ്റോക്കിൻ്റെ വേണോ, എന്ത് ടൈപ്പ് ഓഫ് ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വേറെ സംഭവമൊന്നുമല്ല, ഇത്തരത്തിലുള്ള ക്ലോൺ ആപ്പുകൾ ഉപയോഗിക്കുന്ന ഒത്തിരി ആളുകൾ, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു കാര്യം അറിഞ്ഞു, അപ്പോൾ ഇത് പബ്ലിക്കിലേക്ക് എത്തിക്കണം. ആരും ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി സ്ക്രീൻഷോട്ടുകൾ കണ്ട് അതിൽ പോയി ചാടരുത് എന്നോർത്തിട്ടാണ് ഇതൊരു ബേസിക് വെർഷൻ ക്ലോൺ ആപ്പാണ്. ഒരിക്കലും ഇത് പിന്നെയും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ക്ലോൺ ആപ്പുകളുണ്ട്. സെറോദയുടെ അപ്പ് സ്റ്റോക്സിൻ്റെ, അതുപോലെ തന്നെ ഗ്രോ ആപ്പിൻ്റെ ഒക്കെ ക്ലോൺ ആപ്സ് ഉണ്ട്. ഇതിപ്പോൾ 4,000 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ ഒരു ക്ലോൺ ആപ്പാണ്. ശരിക്കും വെരിഫൈഡ് പിയാനൽ വരെയും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്ലോൺ ആപ്പുകളുണ്ട്. 1 ലക്ഷം രൂപയൊക്കെയാണ് അവർ ചോദിക്കുന്ന ഫീ. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവർ അന്വേഷിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്ക്രീൻഷോട്ട് കണ്ട് ആരും പോയി ചാടരുത്. നിങ്ങൾ ലൈവ് ട്രേഡ് അവരുടെ കൂടെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വെരിഫൈഡ് പിയാനലിൻ്റെ വരുമ്പോൾ വെരിഫൈഡ് പിയാനൽ ലിങ്ക് നോക്കുക. കറക്റ്റ് സെറോദയുടെ വെരിഫൈഡ് പിയാനലാണോ, അല്ലെങ്കിൽ സെൻസിബിളിൻ്റെ വെരിഫൈഡ് പിയാനലാണോ, അല്ലെങ്കിൽ ആ ബ്രോക്കർ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വെരിഫൈഡ് പിയാനൽസ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ അത് വിശ്വസിക്കുക. സ്ക്രീൻഷോട്ടുകൾ വിശ്വസിക്കരുത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഡെയിലി 5 ലക്ഷം 10 ലക്ഷം രൂപയുടെ സ്ക്രീൻഷോട്ട്സ് മാത്രമാണ് ഒരു കൊല്ലമായിട്ടൊക്കെ ഇടുന്നത്. അവർ ഒരു കൊല്ലമായിട്ട് ഇടുന്ന സ്ക്രീൻഷോട്ട്സ് എല്ലാം കൂട്ടി വെച്ചാൽ തന്നെ ഇപ്പോൾ ഒരു 20 കോടി രൂപയായിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റിനെ മാർക്കറ്റ് ചെയ്യുന്നത്, സ്ക്രീൻഷോട്ട് കാണിച്ച ആളുകളെ പറ്റിക്കുന്നത്. നമ്മളപ്പോൾ ഇങ്ങനെ ഇത് മനസ്സിലാക്കും, റൈറ്റ്, ഇത് നല്ല കറക്റ്റായിട്ടുള്ള പിയാൻറ്റലാണോ അതോ ഇങ്ങനെയുള്ള ക്ലോൺ ആപ്സ് യൂസ് ചെയ്ത് പിയാൻറ്റലാണോ എന്ന് ശരിക്കും അത് അല്ല ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഭയങ്കര പാടല്ലേ? ഇത് മനസ്സിലാവില്ല, 100% ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഒരു ട്രേഡറെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെൻഡറെ ചൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പറയും, ഒരു രക്കില്ല, നല്ല മെൻഡറെ കിട്ടിയാൽ കിട്ടി, ഭാഗ്യം. അതിൻ്റെ അപ്പുറത്തേക്ക് സീരിയസ്ലി വേറെ ഒന്നും ചെയ്യാനില്ല. ആരാണ് നല്ലത്? ഇപ്പോൾ വെരിഫൈഡ് പിയാനൽ ഷെയർ ചെയ്യുന്നുണ്ട്, അത് നല്ലതാണോ? ഇപ്പോൾ നമ്മളും നമ്മുടെ വെരിഫൈഡ് പിയാനൽസ് കൊടുക്കാറുണ്ട്. അപ്പോൾ വെരിഫൈഡ് പിയാനലിൻ്റെ തന്നെ സാധ്യതകൾ തന്നെ വാങ്ങി. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? ഇൻകം ടാക്സ് ഫയൽ ചെയ്ത പേർപ്പേഴ്സ് കാണിക്കാൻ പറയുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ എത്ര ആൾക്കാർ അതിന് വില്ലിങ് ആവും കാണിക്കാനായിട്ട്. പക്ഷേ സെബിയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നല്ല പണി കിട്ടുന്നു. തീർച്ചയായിട്ടും പാൻ കാർഡ് യൂസ് ചെയ്ത് അവരുടെ ട്രേഡ്സ് ഫുള്ള് സെബിക്ക് എടുക്കാൻ പറ്റും, ഫുൾ റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റും. ഇതൊരു കേരളത്തിൽ ഇത്തരത്തിൽ കോഴ്സസ് സെല്ല് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫേക്ക് പിയാനൽസ് കാണിച്ച്, ഫേക്ക് സ്ക്രീൻഷോട്ടുകൾ കാണിച്ച് ഇൻസ്റ്റാഗ്രാമിൽ, എനിക്കൊന്നും യൂട്യൂബിൽ അത്ര ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു, ഇൻസ്റ്റാഗ്രാമിൽ യങ്സ്റ്റേഴ്സിനെ പറ്റിക്കുന്ന ഒത്തിരി പേജുകളുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ ഇടുകയും അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ട്രേഡ് ചെയ്യാൻ ക്യാഷ് കൊണ്ടുപോയി കൊടുക്കുന്നത്. കോഴ്സാണെങ്കിൽ പിന്നെ സഹിക്കാം, ആ കോഴ്സ് ഫീ മാത്രമല്ലേ പോകുള്ളൂ. ട്രേഡ് ചെയ്യാൻ ലക്ഷങ്ങൾ കൊടുക്കുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട്. ലക്ഷങ്ങൾ കൊടുക്കുന്ന പാവപ്പെട്ട ആൾക്കാരെന്നല്ല, ലക്ഷങ്ങൾ കൊടുക്കുന്ന മെൻ്റലി പാവപ്പെട്ട ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. കാശുണ്ടായെന്ന് വെച്ചാൽ അവൻ പാവമല്ലാതെ അല്ല. അപ്പോൾ ഒന്നും അറിയില്ലാതെ
ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. വലിയൊരു സ്കാം ആണല്ലേ? യെസ്, തീർച്ചയായിട്ടും ഇത് വലിയൊരു സ്കാമാണ്. പലർക്കും അറിയില്ല. ഞാൻ പോലും ഇപ്പോഴാണ് ക്ലോൺ ആപ്പ് ഉണ്ട് എന്ന്. ഞാൻ ഈ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈ ട്രേഡ് ചെയ്യുന്നത് നമ്മുടെ ഓഫീസിൽ എല്ലാവരും എനിക്ക് 2 കോടി പ്രോഫിറ്റ് ആയാലും 3 കോടി പ്രോഫിറ്റ് ആയെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ആർക്കും തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവർക്ക് വിശ്വസിച്ചു. എല്ലാവരും വിശ്വസിച്ചു. നേരത്തെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തത്. എന്നെ വൈശാഖ കോടി വരുന്ന സുനിലേട്ടാ സൂപ്പർ ഹയസ്റ്റ് പ്രോഫിറ്റ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കൂടെയുള്ളവർ ഇത്രയും നാളായിട്ട് 3 വർഷമായിട്ട് എൻ്റെ കൂടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് പോലും ഇതും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ സാധാരണക്കാർക്ക് അതെങ്ങനെ മനസ്സിലാവും? അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ട്രേഡിംഗ് തുടങ്ങിയ ഒരാൾക്ക് ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്? അത്രയും എന്താ പറയുക, എല്ലാത്തിനെയും സംശയത്തോടു കൂടി കണ്ട് വീക്ഷിച്ച് ചെക്ക് ക്രോസ് ചെക്ക് അങ്ങനെയുള്ള ആളുകൾ വളരെ റയറാണ് ഈ ഒരു ഫീൽഡിൽ. അങ്ങനെയുള്ള ആൾക്കാർ ഒരു പക്ഷേ ഇത് കണ്ടുപിടിക്കും. ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. ഞാൻ പക്ഷെ ആദ്യം വിശ്വസിച്ചില്ല. പിന്നീടാണ് എനിക്ക് ഒറ്റടിക്ക് 3 കോടി അല്ല നമുക്കറിയാലോ കുറെ നാളായല്ലോ. ഇപ്പൊ ഈ 3 കോടിക്ക് പകരം ഞാനൊരു 15 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷമൊക്കെയാണ് കാണിച്ചിരുന്നെങ്കിൽ സിൽവി പക്ഷേ പെട്ടെന്ന് വിശ്വസിച്ചേനെ. കാരണം നമ്മുടെ ഹയസ്റ്റ് പ്രോഫിറ്റിന്റെ ഒക്കെ അടുത്തുള്ളൊരു പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഗ്രാജുവലി 5 ലക്ഷം കാണിച്ച് 8 ലക്ഷം കാണിച്ച് ഇങ്ങനെ ഒരു ഓറ ബിൽഡ് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട്സ് ഉപയോഗിക്കില്ലേ? 4000 രൂപ കൊടുത്ത് ഒരു ക്ലോൺ ആപ്പ് മേടിച്ചു, ഒരു ട്രേഡ് ഇട്ടു, ലക്ഷങ്ങളുടെയും കോടികളുടെയും പ്രോഫിറ്റ് കാണിക്കുന്നു. അല്ല, സ്ക്രീൻഷോട്ടിന് ഭയങ്കര വാല്യൂ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആളുകൾ സ്ക്രീൻഷോട്ട് മാത്രം കണ്ട് ഇത് കൊള്ളാം, ഇവരുടെ അടുത്ത് പഠിച്ച ഈ സ്ക്രീൻഷോട്ട് ഈ പൈസ എനിക്കും കിട്ടും എന്ന് കാണിക്കുന്ന ആളുകളുണ്ട്. പിന്നെ വെരിഫൈഡ് പിയാൻറ്റലിനെ കുറിച്ചൊന്നും അവർക്കറിയില്ല. ഇപ്പോൾ ബിഗിനേഴ്സിൻ്റെ അടുത്ത് ഇവർ ഇത് കാണുമ്പോൾ ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ എന്നും ഇടുകയാണ്. അതായത് എന്നും ഇട്ട് ഇപ്പോൾ ചോദിക്കുകയാണ് വെരിഫൈഡ്, ഞങ്ങൾ എന്നും സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ടല്ലോ, ഓക്കെ ഞങ്ങളുടെ ട്രേഡ് എന്നും സ്റ്റാറ്റസിലുണ്ടല്ലോ, ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കാലോ വലിയ സ്ക്രീൻഷോട്ടുകൾ. എങ്ങനെ അവർ വിശ്വസിക്കും? ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സൂക്ഷിക്കുക. പിയാനൽസ് കാണുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് കാണുക, ഇതിൽ മാത്രം വിശ്വസിക്കാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കുക, ഓക്കെ, എന്നിട്ട് മാത്രം എന്താ പറയുക ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ വലിയ പ്രോബ്ലംസിലായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക. അപ്പോൾ ഈ ഒരു ഫീൽഡ് കൂടുതൽ ആൾക്കാരും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ലതിനെയും ചീത്തതിനെയും തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. ടെക്നോളജി കൂടി വരുമ്പോൾ മനസ്സിലാക്കാനും, കള്ളത്തരത്തിലും ടെക്നോളജി അത്തരത്തിൽ കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ല, ഈ ക്ലോൺ ആപ്പ് വാങ്ങാൻ എനിക്ക് ഒരു രീതിയിലും കഷ്ടപ്പെടേണ്ടി വന്നില്ല. ടെലിഗ്രാമിൽ ക്ലോൺ ആപ്പ് കൊടുക്കുന്ന ആക്കടെ പേഴ്സണൽ മെസ്സേജിലേക്ക് ഒരു ഹായ് അയച്ചു, സെറോദയുടെ ക്ലോൺ വേണം എന്ന് പറയുന്നു. പുള്ളി ഗൂഗിൾ പേയുടെ UPI തരുന്നു, 4000 രൂപ പറയുന്നു, ഞാൻ പേയ്മെൻറ്റ് ഇടുന്നു. 4000 രൂപ പോയി. എന്നാലും നമുക്ക് വീഡിയോ കണ്ടത് നമുക്ക് ഒത്തിരി ആൾക്കാരെ അവയർനെസ് ചെയ്യിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ 4000 രൂപ കൊടുക്കുന്നു. APK ആൻഡ്രോയിഡ് വെർഷൻ മാത്രമേ ഉള്ളൂ, iOS വെർഷൻ ഇല്ല കേട്ടോ. അതും ശ്രദ്ധിക്കുക. കാരണം ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടി എളുപ്പമാണ്, iOS ആപ്പ് ഡെവലപ്മെൻറ്റ് കുറച്ച് പണിയാണ്. അപ്പോൾ ആൻഡ്രോയിഡ് APK തരുന്നു. നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ, നമ്മുടെ സെക്കൻഡറി ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഞാൻ നമ്മുടെ സെക്കൻഡറി ഫോണാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം APK ഇൻസ്റ്റാൾ ചെയ്യണം, ചെയ്യുന്നു, സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നു. വെറുതെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാനല്ല, നിഫ്റ്റി 0 ഹീറോ മൂവ്മെന്റ് നടത്തിയ ദിവസം ഉണ്ടാക്കണം, എന്നാലേ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും അല്ല, നിഫ്റ്റി നല്ല മൂവ്മെന്റ് നടത്തുന്ന ദിവസം അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ല മൂവ്മെന്റ് നടത്തുന്ന ദിവസം ആ രീതിയിൽ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത, അല്ലേ, നമ്മളിങ്ങനെ ഒരാൾ പറ്റിക്കുമെന്ന് പോലും നമ്മൾ വിചാരിക്കുന്നില്ല. ഇത് ഒരു ദിവസം ഇടുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ സിൽവി, ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇങ്ങനെ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഇങ്ങനെ ഇട്ടിട്ട് ബിൽഡ് ചെയ്ത് വന്നുവെങ്കിൽ അവിടെ ട്രസ്റ്റ് അതിൻ്റെ കൂടെ ബിൽഡാവല്ലേ. അങ്ങനെ ട്രസ്റ്റ് ബിൽഡായി വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആളുകളെ വേണമെങ്കിൽ പറ്റിക്കാം. അപ്പോൾ ഇതെന്തും കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറ്റിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഇത് പബ്ലിക്കലി റിവീൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കെണികളിൽ ചെന്ന് ആരും ചാടാതിരിക്കുക. ഇപ്പോൾ ക്ലോൺ ആപ്പ് ഏതൊക്കെ ബ്രോക്കേഴ്സിന് അവൈലബിൾ ആണെന്ന് നമ്മൾ പറയണ്ടേ. ഓക്കെ, ഞാൻ അന്വേഷിച്ചപ്പോൾ സെറോദ എല്ലാവരും യൂസ് ചെയ്യുന്നത് സെറോദയുടെ അവൈലബിൾ ആണ്. ഗ്രോ ആപ്പിൻ്റെ അവൈലബിൾ ആണ്. അപ്സ്റ്റോക്സിൻ്റെ ക്ലോൺ അവൈലബിൾ ആണ്. ധന്നിൻ്റെയും ക്ലോണ് ഇപ്പോൾ അവൈലബിൾ ആണ്.
ഇത്രയും ബ്രോക്കേഴ്സിൻ്റെയൊക്കെ ക്ലോൺ ആപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടൊരു സോഫ്റ്റ്വെയർ അറിയാമെന്ന് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളൂ. പക്ഷെ ഇത് മാർക്കറ്റിൽ നിന്ന് ഇത്ര ഈസി ആയിട്ട് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്കാണ്. അപ്പോൾ വെരിഫൈഡ് പിയാനൽ തന്നെ ചെക്ക് ചെയ്യാനായിട്ട് വെരിഫൈഡ് പിയാനലിൽ ലിങ്കും കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നു വെരിഫൈഡ് പിയാനലിൽ കിട്ടുന്ന ക്ലോൺ ആപ്പുകളുണ്ട്, പക്ഷേ അവിടെ സെറോദയുടെ സ്പെല്ലിംഗ് തെറ്റൊക്കെ ആയിരിക്കും. ഇപ്പോൾ seroda.com പകരം ഏതെങ്കിലും നമ്മൾ ഈ അഡിഡാസിന് അഭിവാസ് എന്ന് എഴുതുമല്ലോ, ആ രീതിയിൽ സെറോദയുടെ ചെറിയ വാക്കുകൾ മാറ്റിക്കൊണ്ടായിരിക്കും അവർ ഡൊമൈൻ വാങ്ങിയിട്ടുണ്ടാകുക. അപ്പോൾ ലിങ്ക് കൂടി വെരിഫൈ ചെയ്യണം. ലിങ്ക് കറക്റ്റ് സെറോദ ലിങ്ക് ആണോ എന്നൊക്കെ വെരിഫൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഫൈനൽ ഡിസിഷനിലോട്ട് പോകുക, ഫൈനൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രേഡ് ടോക്സിൻ്റെ വെരിഫൈഡ് പിയാനൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നതെല്ലാം ഫസ്റ്റ് ചോക്ക് എന്ന് പറയുന്ന ബ്രോക്കറിലാണ്. അപ്പോൾ ഫസ്റ്റ് ചോക്കിൻ്റെ വെരിഫൈഡ് പിയാനൽ വേണമെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് നമ്മുടെ വെരിഫൈഡ് പിയാനൽസ്. ശരിക്കും നമ്മുടെ സ്റ്റുഡൻസ് കുറേ പേര് സെറോദ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ട്രേഡ് ടോക്സിൻ്റെ വെരിഫൈഡ് പിയാനൽസ് നമ്മുടെ ടീം ചെയ്യും. നമ്മളിപ്പോൾ യൂട്യൂബിൻ്റെ താഴെ വയ്ക്കാറില്ല. നമ്മൾ ടീമുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മളെ വെരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കോഴ്സ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ വെരിഫൈഡ് നമ്മുടെ പിയാനൽസ് കൃത്യമായിട്ട് കോഴ്സിൽ കാണിച്ചിട്ടാണ് ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ റിപ്പോർട്ട്സ് കാണിക്കാറ്. പ്ലസ് നമ്മുടെ ആൽഗോ ആണെങ്കിലും പെർഫെക്റ്റ്ലി വെരിഫൈഡ് പിയാനൽസ് ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ക്ലയൻസിൻ്റെ അടുത്ത് അത് കാണിച്ചിട്ടാണ്. എനിക്ക് ഗൂഗിൾ മീറ്റിലെടുത്ത് കാണിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് വെരിഫൈഡ് പിയാനൽ കണ്ടിട്ട് വിശ്വസിക്കേണ്ട. നിങ്ങളൊരു ഗൂഗിൾ മീറ്റ് ഇട്ട് ഗൂഗിൾ മീറ്റിൽ ലൈവായിട്ട് എടുത്ത് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാൻ പറയണം. റീലോഡ് ചെയ്തിട്ടോ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും എടുക്കാനൊക്കെ പറഞ്ഞിട്ട് മാത്രം വിശ്വസിക്കാൻ പാടുള്ളൂ. എങ്ങനെ ഇത് വിശ്വസിക്കുക എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സൂക്ഷിക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ചെറിയ കണ്ടൻ്റാണ്, പക്ഷെ അതിൻ്റെ റിലവൻസും ഇമ്പോർട്ടൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും ഇതുപോലെയുള്ളൊരു വീഡിയോസ് ചെയ്യാതിരിക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു പോഡ്കാസ്റ്റായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.